ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നാളത്തെ മഴതോരും മുബയുടെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനു ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടറെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം ഈ ചെയറിൽ നിന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പരിക്ക് ദേഹത്ത് കാണണ്ടേ? ഒന്ന് കാലെങ്കിലും മുറിയോ അല്ലെ കയ്യോ അല്ലെ നെറ്റി പൊട്ട് എന്തെങ്കിലും ചെറിയൊരു മുറിവെങ്കിലും കാണണ്ടേ ഡോക്ടറെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും താനാ കാര്യം പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ അലീന തന്നെയാണല്ലോ പോലീസുകാരോട് പറഞ്ഞത് കസാരയിൽ നിന്നും മറിഞ്ഞു വീണപ്പോഴാണ് ആ കത്രിക തന്റെ ദേഹത്ത് കുത്തിക്കേറിയെന്ന്. അപ്പോൾ അതിൽ പരം നമുക്ക് വേറൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. ഡോക്ടറെ എങ്ങനെയുണ്ട് അലീനയ്ക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന കണ്ണ് തുറന്നെങ്കിലും പിന്നെ ഈ സെഡക്ഷനിലായി ഇങ്ങനെ പോവാണ്, മയങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്നിങ്ങനെ പറയുക. അയ്യോ ഡോക്ടർ, അതെന്താ കാരണം എന്ന് വീണ്ടും മനു ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഒരു കാരണമേ ഉള്ളൂ. ഒന്നെങ്കിൽ മയക്കമരുന്നുള്ളിൽ ചെല്ലുക, അല്ലെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കുക, അല്ലെങ്കിൽ ഡോസ് കൂടിയ മരുന്നുകൾ കഴിക്കുക. അങ്ങനെയൊക്കെ കഴിച്ചാൽ മാത്രമേ ഇങ്ങനെ മയക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഡോക്ടറെ, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ഉറക്ക ഗുളിക കഴിക്കുന്ന ഒരു സ്വഭാവം അലീനയ്ക്കില്ല. പിന്നെ മയക്കമരുന്ന് അത് അലീന ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല എൻ്റെ ഡോക്ടറെ. പിന്നെ എങ്ങനെയാണ്? അപ്പം മറ്റെന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ആ കുട്ടിയുടെ ദേഹത്ത് അത് ചെന്നിട്ടുണ്ട്, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് സമയമില്ല, ഞാൻ ഏതായാലും ഇറങ്ങുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോയെങ്കിലും നമ്മുടെ മനുവിനാണെങ്കിൽ ആകെ ടെൻഷൻ. കാരണം അലീന പറഞ്ഞതിനോട് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് മനു. ഇതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. ഈ അലീന പോലീസുകാരോട് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് നമ്മുടെ മനുവിനും മനസ്സിലാകുകയാണ്. ആരെയൊക്കെ എവിടെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനയെ കാണാൻ വേണ്ടി മനു അങ്ങോട്ട് കയറി ചെല്ലുക. മനു അങ്ങോട്ട് കയറി ചെന്നപ്പോഴേക്കും മനുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അലീനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. മനുവിന് ഭയങ്കര സങ്കടം തോന്നുന്നു, അതേപോലെ തന്നെ അലീനയ്ക്കും ഭയങ്കര സങ്കടം തോന്നുന്നു. അങ്ങനെ അലീനയെ ഒന്ന് തലോടുകയാണ് നമ്മുടെ മനു. അങ്ങനെ മനുവിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയും ചെയ്യാണ്. എന്താ അലീന, എന്താ സംഭവിച്ചത് തനിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന ഒന്നും മിണ്ടുന്നില്ല. ഈ സമയം തന്നെ നമ്മുടെ ബാലൻ നേരെ വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വൈജയുടെ നാവ് അടങ്ങിയിരിക്കില്ല. അപ്പോൾ വൈജയാണെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം അലീനയ്ക്ക് വേണ്ടി കാവലിരുന്നല്ലോ, എന്തായി? അവള് ജീവനോടെ ഇപ്പോഴും ഉണ്ടോ? തൻ്റെ നാവിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. താൻ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നു വൈജ? നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നൊരു കുട്ടിയല്ലേ, ആ കുട്ടിക്കൊരു ആപത്ത് പറ്റിക്കഴിയുമ്പോൾ അത് അനാഥയാണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മളല്ലാതെ വേറെ ആരെ നിൽക്കുന്നത്? അല്ല പിന്നെന്തിനാ നിങ്ങളിങ്ങോട്ട് വന്നത്? അത് മനുവുണ്ട് ഹോസ്പിറ്റലിൽ, അവൻ നിന്നോളാന്ന് പറഞ്ഞു. അവനോ? അവരെന്തിനാ അവളുടെ കൂടെ ഇങ്ങനെ കാവലായിട്ട് നിൽക്കുന്നത്? അതിൻ്റെ വല്ല കാര്യമുണ്ടോ? അവൻ നിന്നോളാന്ന് പറഞ്ഞു. അവനെങ്കിലും മനസാക്ഷി ഉണ്ടല്ലോ, അതന്നെ മഹാഭാഗ്യം. എന്നിട്ട് അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ബോധമൊക്കെ വന്നല്ലോ, പോലീസുകാരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. എന്നാലും അതിലെന്തൊക്കെയോ വശപ്പശക ഉണ്ടല്ലോ ബാല. കാരണം കസാരയിൽ നിന്ന് വീണതിൻ്റെ ഒരു ലക്ഷണങ്ങളും ഇവിടെ കാണാനില്ല. ഏത് കസാരയിൽ നിന്ന് എങ്ങനെ വീണു, കത്രിക എങ്ങനെ കുത്തിക്കയറി, ഇവളെ കാണാൻ വേണ്ടി ആരൊക്കെയോ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തർക്കം ഉണ്ടായി കാണും. അവളെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല. ഇവരൊക്കെ ഏത് തരക്കാരിയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നിങ്ങനെ പറയുക. ഇതൊക്കെ കിട്ടുന്നപ്പോഴേക്കും നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ വൈജ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് നിന്നില്ല. അങ്ങനെ ബാലൻ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മോനെ ബാല, എങ്ങനെയുണ്ട്? അലീനയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കും കുഴപ്പമില്ല അമ്മേ, ഇപ്പോൾ ബോധമൊക്കെ വന്നെന്നാണ് പറയുന്നത്. പിന്നെ നാളെ ആകുമ്പോഴേ നമുക്ക് കാണാനായിട്ട് അനുവാദമുള്ളേ, അതുകൊണ്ടായിരിക്കും. പിന്നെ കണ്ണ് തുറന്ന് നന്നായിട്ട് സംസാരിച്ചാൽ മാത്രമേ ഡോക്ടർ കയറ്റി വിടത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ദൈവമേ, എന്നാലും കൊച്ചൊന്ന് കാണാൻ ഒരു വഴിയില്ലല്ലോ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ആകെ ടെൻഷൻ തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ലക്ഷ്മിയാണെങ്കിൽ നേരെ അങ്ങോട്ട് മകള് ഇളയ മകള് നേരെ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ബാലൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ബാലനോട് കാര്യങ്ങൾ ചോദിക്കണം. എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട് അച്ഛാ. കാരണം ഇവിടെ രോഹിത്തേട്ടൻ വന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പം എൻ്റെ ഒരു സംശയം. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, രോഹിത്തേട്ടൻ്റെ റൂമിൽ കയറിയപ്പോൾ ആ കത്രിയൊന്നും കാണാനില്ല. അച്ഛൻ്റെ നിന്ന് അടിച്ചു മാറ്റിയ കത്രിയില്ലേ, അതൊന്നും കാണാനില്ല അച്ഛാ. കാണാനില്ലെന്നോ? അതിനിപ്പോൾ അവനെ സംശയിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്, കാര്യം ഉണ്ടല്ലോ അച്ഛാ. നേരത്തെ അലീന ചേച്ചിയായിട്ട് വല്ല രസത്തിലൊന്നും അല്ലല്ലോ രോഹിത്തേട്ടൻ. അപ്പോൾ ആ ഒരു സംശയം എനിക്കുണ്ട്. നീ ഇപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയണ്ട മോളെ. എന്താണ് ഏതാണെന്നൊക്കെ അലീന പോലീസുകാരോട് വ്യക്തമായിട്ട് പറഞ്ഞതാണല്ലോ. അങ്ങനെയാണെങ്കിൽ രോഹിത്തിൻ്റെ പേര് അവൾ പറഞ്ഞാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ലല്ലോ. അതാണ് എനിക്കും മനസ്സിലാവാത്തത്. ഇനി വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. അങ്ങനെ നമ്മുടെ മനുവിനെ കാണിക്കാം. അപ്പം മനു ആണെങ്കിൽ ഡോക്ടറോട്
അലീനയോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അലീന എന്താ സംഭവിച്ചത്? എടോ താൻ കസാരയിൽ നിന്ന് വീണതല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കസാരയിൽ നിന്ന് വീണ ഒരാൾക്ക് പരിക്ക് പറ്റണ്ടേ? തനിക്ക് എന്താ പരിക്ക് ഒരു പരിക്കും പറ്റിയിട്ടില്ല. നെറ്റിയോ മുട്ടുകാലോ ഒന്നും പൊട്ടിയിട്ടില്ല. തൻ്റെ ആ കത്രിക വയറ്റിൽ കുത്തിക്കയറിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? അതുമല്ല, ഡോക്ടർ വേറൊരു കാര്യം കൂടി പറഞ്ഞു. തൻ്റെ ഉള്ളിൽ എന്തോ മയക്കമരുന്നിൻ്റെയോ അല്ലെങ്കിൽ ഉറക്കകളുടെ എന്തൊക്കെയൊരു അംശം തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ കണ്ടുവെന്നാണ് ഡോക്ടർ പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനും സങ്കടമൊക്കെ വരികയാണ്. എടാ എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. അപ്പോൾ അലീന ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ്. താൻ എന്തിനാണ് കരയുന്നത്? താൻ ആരെയാണ് രക്ഷിക്കാനായിട്ട് നോക്കുന്നത്? തനിക്ക് എന്താണെങ്കിലും പറഞ്ഞൂടെ? എന്ന് തനിക്ക് ഞാൻ അന്യനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ അലീന മനുവിനോട് സത്യം തുറന്നു പറയുകയാണ്. ഇവർ രണ്ടുപേരും ആക്രമിക്കാൻ വന്നെന്നും അങ്ങനെ ഈ ഒരു മയക്കമരുന്ന് തൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിൽ കലക്കി തരാൻ ശ്രമിച്ചുവെന്നും കുടിപ്പിക്കാനായിട്ട് ശ്രമിച്ചുവെന്നും അതിനിടയ്ക്ക് രോഹിത് വന്ന് തന്നെ ബലമായിട്ട് പിടിക്കാൻ ശ്രമിച്ചുവെന്നും ആ സമയത്ത് താൻ സ്വയം തൻ്റെ വയറ്റത്ത് കുത്തിയതാണെന്നും അങ്ങനെ സകലമാന കാര്യങ്ങളും അലീന കരഞ്ഞുകൊണ്ട് പറയാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനുവാണെങ്കിൽ ദേഷ്യം കൊണ്ട് കൈ അങ്ങോട്ട് ചുരുട്ടി പിടിക്കണം. അവന്മാരെയൊക്കെ ഇപ്പം തൻ്റെ കൺമുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടിനെ ഇടിച്ച് നിരപ്പാക്കുന്ന രീതിയിലാണ് നമ്മുടെ മനുവിൻ്റെ ഒരു ഇത്. അങ്ങനെ നമ്മുടെ അലീന മനുവിൻ്റെ കൈ ഇങ്ങനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയണമെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകരുത് മനുവേട്ടാ, ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇല്ല അലീന, പക്ഷേ ഇപ്പോഴെങ്കിലും താൻ സത്യം തുറന്ന് പറഞ്ഞല്ലോ. ഇത്രയൊക്കെ തന്നെ തനിക്ക് ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നല്ലേ. പക്ഷേ ഇതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കണമല്ലോ. താൻ വിട്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഈ മനു അവിടെ നിന്ന് പോവുക. അപ്പോൾ മനുവിൻ്റെ പോക്ക് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ടെൻഷൻ കൂടി വരികയാണ്. അങ്ങനെ മനു നേരെ ചെന്നത് നമ്മുടെ ഹരിയുടെ വീട്ടിലേക്കാണ്. ഭയങ്കരമായിട്ടും ദേഷ്യത്തോടെ ഭയങ്കര വൈരാഗ്യത്തോടു കൂടി തന്നെയാണ് ചെല്ലുന്നത്. അപ്പോൾ കമലാമ്മ വന്ന് ചോദിക്കണം, എന്താ നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര വെപ്രാളത്തോടു കൂടി തന്നെ വരുന്ന മനു എന്ന് ചോദിച്ചപ്പോഴേക്കും ആ കാര്യമുണ്ട്, എവിടെ ഹരി എന്ന് ചോദിക്കുക. അവൻ റൂമിലുണ്ടല്ലോ, എങ്കിൽ പിന്നെ ഞാൻ അവനെ പോയി ആദ്യം കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഹരിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഹരി റൂം തുറന്നു കഴിഞ്ഞപ്പോഴേക്കും മനുവാണെങ്കിൽ കാത കടച്ച് പൂട്ടിയിടുക. അപ്പോൾ ഹരിക്കാണെങ്കിൽ ആകെ പേടി തോന്നിക്കുകയാണ്. എന്താ മനുവേട്ടാ, എന്താ നിങ്ങൾക്ക് ആവശ്യം എന്ന് ചോദിച്ചപ്പോഴേക്കും എന്താ ആവശ്യമെന്നല്ലേ, നീ പെണ്ണുങ്ങളോട് അപമര്യാദയായിട്ട് പെരുമാറുമല്ലേ, നീയാണല്ലേ അലീന ഈ അവസ്ഥയിലാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് പാട്ടാന്ന് പറഞ്ഞ് എടുത്തിട്ട് ചവിട്ടി കൂട്ടുകയാണ്. നീയും രോഹിത്തും കൂടിയാണ് ഈ പ്രവൃത്തി ചെയ്തല്ലേ. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അലീന പോലീസുകാരോട് കള്ളം പറഞ്ഞത്. എന്നിട്ട് എൻ്റെ മുന്നിൽ കിടന്ന് നീ അഭിനയിക്കുന്നല്ലേ. ആ പാവം പെണ്ണ് നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹമാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ല അടി കൊടുക്കുക, നല്ല പൊരിഞ്ഞടി. അതിനുശേഷം മനു ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വൈജയുടെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ വൈജയുടെ വീട്ടിലേക്ക് ചെന്ന് ഇടിച്ചങ്ങോട്ട് കയറുക. എനിക്ക് രോഹിത്തിനെ കാണണമെന്നും പറയാം. അങ്ങനെ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ഹരി വിളിച്ച് പറയുകയുണ്ടായി, അവിടെ മനു വരുന്നുണ്ട്, എടാ മനുവേട്ടൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്, ആകെ പ്രശ്നമായിരിക്കുകയാണ്, ആ അലീന മനുവിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു എന്നൊക്കെ ഇവർ പറയുക. അങ്ങനെ മനു നേരെ രോഹിത്തിൻ്റെ റൂമിലേക്ക് കയറി ചെന്നപ്പോഴേക്കും രോഹിത്താണെങ്കിൽ ഒരു കർട്ടൻ്റെ മറവിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. പേടിച്ച് വിറച്ച് ഒളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇറങ്ങി വാടാ എന്ന് പറയുക. കരണം നോക്കി കഴുത്തിന് കയറി കുത്തിപ്പിടിച്ച് നല്ല പൊട്ടീര് കൊടുക്കുകയാണ്. ഇനി മേലെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്താൽ നിന്നോടൊക്കെ എന്തോ സോഫ്റ്റ് കോർണർ ഉണ്ട് അലീനയ്ക്ക്, അതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ നീയൊക്കെ ആഴിയെണ്ണേണ്ടി വന്നേനെ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പഞ്ചപാവത്തിനെ പോലെ നടിച്ച് നിൽക്കുകയാണല്ലോ നിങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് നല്ല പൊട്ടിരി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മനു വീണ്ടും ഹോസ്പിറ്റലിൽ അലീനയെ കാണാൻ ചെല്ലുകയാണ്. അലീനയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. എന്ത് വന്നാലും അലീന നിന്നെ ഞാൻ കൈവിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലൊരു വാഗ്ദാനമൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇനി വരാനായിട്ട് പോകുന്ന എപ്പിസോഡുകളും അടിപൊളി എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും ആ എപ്പിസോഡുകളും തീർച്ചയായിട്ടും കാണണമെന്നും പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.